അബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലോ അല്ലേ? മുത്തുനബി ജനിച്ച മാസം. എന്നിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ തുടങ്ങിയോ? ഇല്ല, അബിയോട് ചോദിച്ച് എഴുതാമെന്ന് വിചാരിച്ചു. നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നല്ലേ അബി? അതെ, ആയിഷുവിന് അതൊക്കെ അറിയാലോ. മക്കയിലാണ് നബി ജനിച്ചത്. മുത്തുനബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടിരുന്നു. നബിക്ക് 6 വയസ്സുള്ളപ്പോൾ ഉമ്മ ആമിന മരണപ്പെട്ടു അല്ലേ? അതെ, ഉപ്പയും ഉമ്മയും ഇല്ലാതെയാണ് മുത്തുനബി വളർന്നത്. അബിയും ഉമ്മയും ഇല്ലാതെയോ? പാവം. ഞാനിനി അബിയോടും ഉമ്മയോടും വഴക്കിടില്ലാട്ടോ. നല്ല മോള്. പിന്നീട് വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബും ഉപ്പയുടെ സഹോദരനായ അബൂ താലിബുമാണ് നബിയെ വളർത്തിയത്. ചെറുപ്പത്തിൽ മുഹമ്മദ് നബി ആടിനെ മേച്ചിരുന്നു. പിന്നീട് കച്ചവടക്കാരനായി. മുഹമ്മദ് നബിയെ എല്ലാവരും അൽ അമീൻ, സത്യസന്ധൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നബി ഒരിക്കലും നുണ പറയാത്തത് കൊണ്ട് അല്ലേ? അതെ, നബി എപ്പോഴും സത്യം മാത്രം പറഞ്ഞു. ആരെയും ഉപദ്രവിച്ചില്ല. ആർക്കും എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാമായിരുന്നു. ഞാനും സത്യം മാത്രമേ പറയൂ. എനിക്ക് മുഹമ്മദ് നബിയെ പോലെ ആകണം. എനിക്കും. നല്ല മക്കൾ. നബി 25-ാം വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അത് ആരെയാണെന്ന് അറിയാമോ? ഖദീജ ബീവി അല്ലേ? അതെ, നബി ഹിറാ ഗുഹയിൽ പോയി ഒറ്റയ്ക്കിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ എന്ന മലക്ക് വഴി അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകന് ലഭിക്കുന്നത്. അപ്പോൾ നബിക്ക് എത്ര വയസ്സായിരുന്നു? 40 വയസ്സായിരുന്നു അപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രായം. അന്ന് മക്കയിലെ ആളുകൾ എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഇല്ല. ഒരുപാട് ഗോത്രങ്ങളും കുടുംബ തലവന്മാരുമെല്ലാമായിരുന്നു അന്ന് മക്ക ഭരിച്ചിരുന്നത്. ഗോത്രങ്ങൾ തമ്മിൽ എപ്പോഴും അക്രമങ്ങളും കലഹങ്ങളും ഉണ്ടാകുമായിരുന്നു. ഏകനായ അള്ളാഹുവിനെ മാത്രമായിരുന്നില്ല അവർ ആരാധിച്ചിരുന്നത്. അവരുടെ ഇടയിലേക്കാണ് പ്രവാചകൻ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വരുന്നത്. അവിടുത്തെ ആളുകൾ അപ്പോൾ മുഹമ്മദ് നബിയെ ഉപദ്രവിച്ചില്ലേ? അതെന്തിനാ? എല്ലാവരും സമന്മാരാണെന്നും സ്നേഹവും സമാധാനവുമാണ് വേണ്ടത് എന്നെല്ലാമാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞത്. അത് തങ്ങളുടെ ആധിപത്യത്തിനു തടസ്സമാണെന്ന് അവിടെയുള്ള പ്രമാണിമാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പ്രവാചകനെ ഉപദ്രവിച്ചത്. ആ സമയത്ത് മദീനയിലെ ആളുകൾ നബിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാചകനും സഹാബിമാരും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. സമാധാനവും സ്നേഹവുമുള്ള ഒരു നാടായി മദീന മാറി. പിന്നെ മുഹമ്മദ് നബി മക്കയിലേക്ക് വന്നില്ലേ? വന്നു. അൻവർ മോൻ മക്കം ഫത്ഹ് അഥവാ മക്ക വിജയമെന്ന് കേട്ടിട്ടില്ലേ? നബിയും സഹാബാക്കളും മക്കയിലേക്ക് വരികയും മക്കക്കാർ അവരെ അംഗീകരിക്കുകയുമായിരുന്നു. മക്കയിൽ തിരിച്ചെത്തി പിറ്റേ വർഷം നബിയും സഹാബാക്കളും ഹജ്ജ് നിർവഹിച്ചു. അന്ന് പ്രവാചകൻ അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞു, എല്ലാ മനുഷ്യരും ആദം നബിയുടെ മക്കളാണ്. ആദം നബിയാകട്ടെ മണ്ണിൽ നിന്നും. എല്ലാ മനുഷ്യരും സമന്മാരാണ്. അത് കേട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. 63-ാം വയസ്സിൽ നബി ഈ ലോകത്തോട് വിട പറഞ്ഞു.